ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ് സീസൺ 4ന്റെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിന്ന് മിഠായി കൂട്ടത്തിന്റെ ഇടയ്ക്കുന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ ടോപ്പ് സിംഗറിലെ താരം താരക്കുട്ടി. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. ഇതാര്? ഞാൻ താരക്കുട്ടീനാണല്ലോ വിളിച്ചത്. ഇതാരാ വന്നത്? വൈദ്യര്. എന്തോ പേരുണ്ടല്ലോ വൈദ്യർക്ക്. കുട്ടാപ്പി വൈദ്യർ. കുട്ടാപ്പി വൈദ്യൻ ഫ്രം ഇടുക്കി. വളരെ ഫേമസ് ആണ്. കയ്യിൽ എല്ലാ മരുന്നുണ്ട്. എന്തിനുള്ള മരുന്നുണ്ട്. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய் இது மயிலெண்ணெய். ഇവർക്കൊക്കെ കൊടുക്കുമോ മരുന്ന്? പിന്നെന്താ? കൊടുക്കും. എല്ലാവർക്കും എന്ത് അസുഖത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ത് അസുഖത്തിനും. മീനുട്ടി ഒരു അസുഖം പറ, മരുന്ന് തരും. തലവേദന അത് മക്കള് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതല്ലേ. എന്തായാലും മരുന്ന് വേണല്ലോ. തലവേദനക്കുള്ള തലവേദനയ്ക്കുള്ള മരുന്ന്. എല്ലാം ഇതിന്റെ അകത്തുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഒരു മരുന്നുമാണ്. ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாட்டிருந்தாக்கி എന്തോ മക്കളെ കഫ്സിറപ്പാണോ? സംഗതി അറിയാൽ കൊടുത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ഇതെങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് പറയാമോ? നല്ല കയ്പില്ല മരുന്ന്. മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ കയ്പ്? അതെന്തിനാ? തലവേദനയ്ക്ക് എന്തിനാ മോളെ കയ്പുള്ള മരുന്ന്? അനുഭവിക്കട്ടെന്ന്. കൂടട്ടെ. മരുന്ന് മീൻ ചേച്ചിക്ക് ഇത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? പൂ, ഒരു ഭയങ്കര പൂയില് പൂ ഒരു കയ്പിലെ പൂവാണ്. അപ്പൊ ആ പൂവിന്റെ നീരെല്ലാം ഒട്ടിച്ചിട്ട് ഒരു ബോട്ടിലാക്കും. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു മരുന്നാക്കുന്നത്. ആ നീരാണോ ഇത്? അത് വേറെന്തെങ്കിലും ഉണ്ടോ? അതെന്ത് വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമായ വൈദ്യനാ. ഓർമ്മ നിൽക്കത്തില്ല. ആ പൂവ്, അതിന്റെ വേര്, അതിന്റെ ചെടി, അതിന്റെ ഇല, ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ മോളെ ചാണകം വല്ലതും ചേർക്കൂ? ചാണകം എന്ന് പറയുന്ന സാധനം ചേർക്കൂല. ചേർക്കത് പക്ഷെ ലിബാമിനും ചേർക്കും. എന്റെ അമ്മേനെ ഒരു ഡോക്ടർ കൊടുത്തിരുന്നു. ലിബാമോ? പശുവിന്റെ ലിബാമോ? ചാണകം ലിബാമായിട്ട് യൂസ് ചെയ്യാൻ കൊടുത്തു. ചാണകത്തിന്റെ അല്ല, ഗോമൂത്രത്തിന്റെ ലിബാം. ഇല്ല മീനൂട്ടി, അന്ന് കൂടെ ഒരു ആന്റി വന്നല്ലോ, ഹേമ ആന്റി. സൗമ്യ ആന്റി കണ്ടം പടി ഓടി അങ്ങ് പോയി. എങ്ങനെ വരും? അത് എംജംഗ്ലല്ലേ ഓടിച്ചേ. ഇത് എല്ലാം മിച്ചം കിടക്കുന്ന ഞാനല്ലേ? ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? തല്ലും പുല്ലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാന് അവരെ ഓർമ്മ പോലും ഇല്ല. പാവ എംജി അങ്കിൾ എന്തോ ചെയ്തേ? എംജംഗ്ലല്ല, ശരത്തങ്കിള്. അങ്ങനെ പറ. ശരത്തങ്കിള് ഓടിച്ചു എന്റെ സൗമ്യാന്റീന. ഞാനുണ്ടായിട്ട് ആ സമയത്ത് സൗമ്യാന്റി ഓടിച്ചു. കൊച്ചില്ലാത്ത സമയത്ത് സൗമ്യാന്റിയെ ഓടിച്ചു. ഏയ്, ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണൊക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. മീനുട്ടി, എന്തോ ഈ വൈദ്യർക്കൊരു അസുഖമുണ്ട്. എന്താ? മൂക്കുപൊടി വലിക്കും. മൂക്കുപൊടി വരികയല്ല, എനിക്ക് ചുമ. വൈദ്യർക്കോ? ചുമയും പനിയും. കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യം. മീനുട്ടി ഡെയിലി മൂക്കുപൊടി വലിക്കും. ഇല്ലേ? എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു മരുന്നുണ്ട്. എന്റെ അമ്മേന്റെ അച്ഛൻ സൗമ്യാന്റിന്റെ അച്ഛന് എനിക്കൊരു മരുന്ന് നല്ല മരുന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു പൊടിയാണ്. അതിന്റെ പേരാണ് മൂക്കുപൊടി. പൊടിയല്ല, മൂക്കുപൊടിയല്ല അത്. പിന്നെന്താ? വെള്ളം മരുന്ന്. അവര് നല്ല ഇലേന്റെ ഒരു വെള്ളം മരുന്നാ. അതെന്താ? മൂക്കില് ഒരു വെള്ളം ഇങ്ങനെ കയ്യില് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ആക്കും. ഇവിടെ എല്ലാം തേക്കണം. അത് പിന്നെ അതിനുശേഷം എന്ത് സംഭവിക്കും? ആൾ എണീക്കുവോ? ആ മരുന്ന് നല്ലൊരു മരുന്നാ. അപ്പൊ രാവിലെ എണീക്കുമ്പോഴേക്ക് കുറച്ച് മരുന്ന് എല്ലാ ദിവസവും അന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാറും.
എന്തസുഖം ഉണ്ടെങ്കിലും. അതെ ഈ പുലിനൊക്കെ എന്തോ ഇത് ഇത് എംജങ്കിളിന് അത് ഞാൻ തരാൻ വേണ്ടിട്ട്. ഭാഗ്യം. ഇത് പുലിന്റെ നഖം, അതുകൊണ്ട് ഞാൻ തരും. പിന്നെ പോലീസായിരുന്നു. ശരി എന്നാ ലിബാം കളിക്കാൻ മരുന്ന് വേണോ? വേണ്ട, എന്റെ കയ്യില്ല അങ്ങനത്തെ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ ഏത് പാട്ടാ പാടുന്നേ? മരുന്നോ നല്ല മരുന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. ഏത് പാട്ടായിരുന്നു പാടുന്നത്? മരുന്നോ നല്ല മരുന്ന്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. പിച്ച് എത്ര ഞാൻ പറഞ്ഞുതരാം. ഹലോ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എത്ര പിച്ച് പറയുന്നൊന്ന് അല്ലേ? കേൾക്കുവോ? അതെ, പാടുന്നത് ഏത് പാട്ടാ? ഏത് പാട്ടാ? മരുന്നോ ഓക്കെ, ഉഗ്രം പാട്ട്. ഓൾ ദ ബെസ്റ്റ്. ഉഗ്രം പാട്ട്. ഓൾ ദ ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. എത്ര അതെ അതെ, എനിക്കൊരു സംശയം. അതിന്റെ അടുത്ത വരി എന്തുവാ? ഏതാ മോളെ? മരുന്നോ നല്ല മരുന്ന്. അതാണോ? അങ്ങനെ അതെ. മരുന്നോ നല്ല മരുന്ന്. ഞാൻ ഒരു കാര്യം അതെ, പറയാം. അതിനകത്ത് ഞാൻ ചോദിക്കാൻ വരുന്നൊരു കാര്യമുണ്ട്. ഈ മരുന്ന് വേണ്ട, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. അത് എന്തുകൊണ്ടാണ് മോളെ? അപ്പോഴാണ് താങ്ക് യു. ഞാൻ ഒരു അതെ അതെ കാര്യം പറയട്ടെ. അതെ, ഇത് അതെ, ആരാ പറയാനുള്ളത്. ആരാ സെലക്ട് ചെയ്യുന്ന പറഞ്ഞില്ലല്ലോ. അവിടെ നിൽക്കുന്ന എന്റെ അമ്മ. ഓക്കെ, നല്ല പാട്ട്, നല്ല സെലക്ഷൻ. ഞാൻ മക്കളെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഞങ്ങക്കേ അതെ, അപ്പുറത്തിരിക്കുന്ന ആരാ? ഞാൻ ഒരു അതെ, അത് ഇത് കേക്കട്ടെ. ഇപ്പുറത്തിരിക്കുന്ന ആരാ? ഇതാരാ ചുവപ്പെടുപ്പിട്ടിരിക്കുന്നത്? ചോപ്പെടുപ്പിട്ടെ, അതാരാ? അതെന്റെ അച്ഛൻ. ഓ, അച്ഛനാണോ? അത് ശരി. ഓക്കെ ഓക്കെ. ആ അതിന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് എന്റെ അമ്മ. ആ. മറ്റേത് എന്റെ അനിയന്. അനിയന്റെ പേരാണ് ഇളയപ്പൻ. ഓ, ഇളയപ്പനാ. എല്ലാരും അച്ഛൻ്റെ അനിയനാ. വന്നിട്ടുണ്ട്. എന്റെ അനിയനാ പറഞ്ഞത്. അല്ല, അച്ഛന്റെ അനിയനാ. ശരി, സോറി. ഓക്കെ. ഓൾ ദി ഓൾ ദ ബെസ്റ്റ് മോളെ. എന്റെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന എത്ര പ്രാവശ്യമായി ഇങ്ങനെ ചോദിച്ചോണ്ട്. വയസ്സായില്ലേ, മറന്നു പോന്നു. സോറി. ഞാൻ ഒരു കാര്യം പറയാം. ഞാനും ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞോന്ന് കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം ഞാനും ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എത്ര പിച്ചെന്നാ ആരെ പിച്ചി? അവരോട്. ആരെന്റെ കുഞ്ഞിനെ പിച്ചി? കുഞ്ഞിനെ പിച്ചവന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. വത്സലയാണോ? അതെ അതെ, വത്സല. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഈയാണ് കേട്ടോ പിച്ച്. പിച്ചിന്ന് പൂവാ. ചീന്ന്. അല്ല, പിച്ചിപ്പൂ. പിച്ചിപ്പൂവല്ല. ആ പിന്നെ പിച്ച് ഈയാണ്. പിച്ചിയാണ്. ഇത് പിച്ചി മനസ്സിലാവുന്നില്ല. ക്രിക്കറ്റിലല്ലേ മോളെ? ആ. ആഞ്ജനേയ സ്വാമി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ. പിച്ച് ഏത്? പിച്ച് ഏത് ഞാൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതാണ് ഈ. അതാണ് അണ്ണാച്ചി, പിച്ച് ഈ ആണ് എന്നാണ് പറഞ്ഞത്. ഏത് പാട്ടാണ്? മരുന്നോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പക്ഷെ മരുന്നോ നല്ല മരുന്ന് നല്ല പാട്ടല്ലല്ലേ മോളെ? നല്ല പാട്ട് തന്നെ, മോളെ. പഴയ പാട്ടത്. മോളെ പാട്ടൊന്ന് മാറ്റി പിടിക്കാവോ? പാവാട വേണോ? എന്തെങ്കിലും ആക്കാമോ? അയ്യേ, ഇത് അങ്ങനത്തെ പാട്ട് ഞാൻ പഠിച്ചിട്ടേ. ഇതാണ് ഇപ്പൊ എന്നോട് പറഞ്ഞ പാടാൻ. അപ്പൊ എന്തായാലും പാടുന്ന പാട്ട് ഇത് തന്നെയല്ലേ? ഉറപ്പിച്ചല്ലേ? ഉറപ്പിച്ചു. പൂന്തേനരുവി. ഇനി ഞങ്ങൾ ചോദിക്കുന്നത് പൂന്തേനരുവി അല്ല, മരുന്നോ നല്ല മരുന്ന്.